ദിവസം NSS അവരുടെ പരിപാടിയിൽ മന്നം ജയന്തിക്ക് മുഖ്യ പ്രഭാഷകനായി ചെന്നിത്തലയെ തീരുമാനിച്ച കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു, വാർത്തയിലൂടെ വന്നിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ കൂടി രംഗത്ത് വരികയാണ്. NSSുമായി ചെന്നിത്തല അകന്നു നിൽക്കാൻ പാടില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പിണക്കങ്ങൾ തീർത്ത് ഇണങ്ങിപ്പോകുന്നതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും നല്ലതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നാക്ക് മോശമെന്നും പ്രതിപക്ഷ നേതാവിന് വേണ്ട മെയ്വഴക്കം അദ്ദേഹത്തിന് ഇല്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു. അതായത് ഒരിടത്ത് ചെന്നിത്തലയ്ക്ക് പിന്തുണയാണെങ്കിൽ മറ്റൊരിടത്ത് VD സതീശനെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേൾക്കാം. രഘുവിലേക്ക് പോകുന്നതിന് മുൻപ് ജനസുന്ദരമായിട്ടുള്ള എല്ലാം പറഞ്ഞു ജോലിക്കാൻ തയ്യാറാകുന്നു. മാത്രമല്ല ആരുമായിട്ടും മുടക്കങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പക്വമില്ലാതെ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന ഒരാളാണ്. നാക്കമുണ്ട്. രമേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെരുമാറ്റത്തിലോ പറച്ചിലോ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന ഒരാളല്ല. ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രമേശിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, കഴിഞ്ഞ ദിവസം NSS ഇപ്പോൾ SNDP ഒരുപക്ഷെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് സമുദായ സംഘടനകളൊക്കെ ഒന്നടങ്കം ചെന്നിത്തലയെ അനുകൂലിക്കുന്നു എന്ന് മാത്രമല്ല സതീശനെ തള്ളുക കൂടി ചെയ്യുന്നത്. കൊണ്ടുള്ള പ്രതികരണം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതെ ആര്യ, നമ്മൾ ഈ പ്രസ്താവനയെ നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. കാരണം VD സതീശനോടുള്ള ഒരു എതിർപ്പ് കൂടുതൽ, പ്രത്യേകിച്ച് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മണ്ഡലത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ അടുപ്പമില്ല. പലപ്പോഴും എതിർപക്ഷത്ത് നിന്നുകൊണ്ട് പരസ്യമായ പ്രസ്താവനകൾ ഇരുവർക്കുമെതിരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സതീശനോടുള്ള ഇവരുടെ എതിർപ്പായിരിക്കാം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വരുന്ന ഒരു ഘടകം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം NSS മന്നം ജയന്തിയോടനുബന്ധിച്ച് NSSന്റെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷകനായിട്ടാണ് ക്ഷണിക്കുന്നത്. നമ്മൾ മുൻപ് വർഷത്തെ മന്നം ജയന്തി സമ്മേളനമൊക്കെ നോക്കിയാൽ അവിടെ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, പ്രത്യേകിച്ച് കസേരയൊന്നുമില്ല. വരുന്നവർ അവർ കസേര കണ്ടുപിടിച്ച് ഇരിക്കണം. ആ ഒരു വേദിയിലാണ് മുൻപ് ശശി തരൂരിന് വേദി കൊടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയ്ക്കും വേദി കൊടുക്കുന്നത്. ഇതിൽ സാധാരണ നിലയിൽ NSS എന്തെങ്കിലും ഒരു നിലപാടെടുത്താൽ അതിന് ഘടകവിരുദ്ധമായൊരു സമീപനമായിരിക്കും പലപ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായാലും ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല NSSുമായി അടുത്ത വിഷയത്തിൽ വെള്ളാപ്പള്ളിക്കും സാധാരണഗതിയിൽ G സുകുമാരൻ നായർ ഒന്ന് പറഞ്ഞാൽ അതിന് തീർത്തും എതിർവശം ആ തരത്തിലൊക്കെ ആയിരിക്കും വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവുക. മാത്രവുമല്ല വെള്ളാപ്പള്ളി പലതരത്തിൽ ഹാസ്യരൂപേണ ഒക്കെ അദ്ദേഹം ഈ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഇപ്പോൾ സതീശന്റെ കാര്യം വരുമ്പോൾ ഒരു ഐക്യം രൂപപ്പെടുന്നുണ്ട്. പുനഃസംഘടനയിലേക്കുള്ള ഒരു വഴി വെട്ടുമ്പോൾ ആ വഴിയിൽ ചെന്നിത്തല ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടോ? സതീശനോടുള്ള എതിർപ്പ് മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ ഒരു രാഷ്ട്രീയ, അദ്ദേഹം പറയുന്ന ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതിലൊരു വസ്തുതയുമുണ്ട്. കാരണം ഇന്ന് സംസ്ഥാനത്ത് അല്ലെങ്കിൽ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുതിർന്ന നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. ഇവരോടെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അടുപ്പമുണ്ട്, സതീശനും അടുപ്പമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ കൂടുതൽ അടുപ്പം രമേശ് ചെന്നിത്തലയ്ക്കാണ്, പ്രത്യേകിച്ച് SNDP NSS നേതൃത്വത്തോട്. സാധാരണ നിലയിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ സുകുമാരൻ നായർ NSS ഒരു നിലപാടെടുത്താൽ അതിനെപ്പോഴും അനുകൂലിക്കുന്ന ഒരു സമീപനം ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ഈ രമേശ് ചെന്നിത്തലയുടെ വിഷയത്തിൽ വളരെ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ പിന്തുണയാണ്. NSSനോട് അടുത്ത് നിൽക്കേണ്ട ആൾ തന്നെയാണ്, അല്ലെങ്കിൽ അത് ഒരു കുത്തുകൂടിയാണ്. കാരണം സമുദായ സംഘടനകളോട് രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും അടുപ്പം പുലർത്തണം. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സാമുദായിക നേതാക്കന്മാരുമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിനെ രമേശ് ചെന്നിത്തലയെ മാതൃകയാക്കണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്.